വില കുറവിന് ഇൻക്യുബേറ്റർ അന്വേഷിച്ച് നടക്കുന്നവർക്കുള്ളതാണ്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. 1600 രൂപ മുതലുള്ള മാനുവൽ ഇൻക്യുബേറ്ററുകളാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഹലോ നമസ്കാരം, അക്കൗണ്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലുള്ള നമ്മുടെ മജീദേട്ടൻ്റെ വീട്ടിലുണ്ടോ. മജീദേട്ടൻ്റെ വീട്ടിലേക്ക് വരാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിരവധി ആൾക്കാർ നമ്മോട് ചോദിക്കാറുള്ള കാര്യമാണ് വില കുറവിന് എവിടെ നിന്ന് നല്ല ഇൻക്യുബേറ്റർ കിട്ടുന്നുള്ളത്. അപ്പോൾ അതാണ് ഞാനിവിടേക്ക് വരാനുള്ള പ്രധാന കാരണം. മജീദേട്ടന് ഇവിടുന്ന് 1600 രൂപ മുതൽ നല്ല അടിപൊളി ഇൻക്യുബേറ്ററുകൾ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്. അത് മുട്ടയുടെ എണ്ണത്തിനനുസരിച്ച് തെർമോക്കോളിൻ്റെ ബോക്സിലാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടയ്ക്കൽ കുറുകത്താണിയിലുള്ള അബ്ദുൽ മജീദിൻ്റെ വീട്ടിലാട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻക്യുബേറ്റർ കാണാൻ പറ്റും. 6 തരത്തിലുള്ള ഇൻക്യുബേറ്ററുകൾ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ. ഇത് താറാവാണെങ്കിൽ എത്ര രൂപ പോകും? താറാവ് ഉണ്ടെങ്കിൽ ഏകദേശം 50 മുട്ട വെക്കാൻ. ഇത് എൻ്റെ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. ഏകദേശം 35 കോഴിമുട്ട വരെ വെക്കാൻ പറ്റും. ഇത് റേറ്റ് വരുന്നത് ഏകദേശം 1600 രൂപ റേറ്റ് വരുന്നത്. ഇത് വരുന്നത് 60 മുട്ടൻ്റെ വരുന്നുണ്ട് അല്ലേ? ഇത് 3000 റേറ്റ് വരും. ഇതാണ് മൂന്നാമത്തെ മോഡൽ അല്ലേ? അതെ അതെ. ഇതെങ്ങനെ സെമി ഓട്ടോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ റെഡി? സെമി ഓട്ടോമാറ്റിക് തന്നെ ജസ്റ്റ് നമ്മൾ കമ്പി വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഇതിന്റെ കോഴിമുട്ട തിരിഞ്ഞോളൂ. ഓക്കെ. അപ്പൊ മറ്റേതില് ഓട്ടോമാറ്റിക്കലി മോട്ടർ ഉണ്ടായിരുന്നു, അപ്പൊ ഇതിന് മോട്ടർ ഇല്ല. ഇതിന് മോട്ടറിന്റെ ആവശ്യമില്ല. 4ാമത്തെ ആയിട്ടാണ് 100 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ആണ് വരുന്നത്. മാനുവൽ ആയിട്ട് 100 വരെ വെക്കാം. ഇത് നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ട ചെറുതിന്റെ നേരെ വലുത് എന്നുള്ള ആ ഒരു പ്രത്യേകത ഉള്ളതല്ലേ? നേരെ വലുതാണ്. ഇതാണ് 65 കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ അല്ലേ? ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നത്? ഇതിന് റേറ്റ് വരുന്നത് 3600 ആണ്. 1 വർഷം ഗ്യാരണ്ടി ഉണ്ടാവും. സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരുന്നത് 2300. പിന്നെ മാനുവൽ ഇൻക്യുബേറ്റർ 100 വെക്കുന്നത് 2000. ഓട്ടോമാറ്റിക് ഉണ്ട് 35 കോഴിമുട്ട വെക്കുന്നത് 3000 റേറ്റ് വരുന്നത്. പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് 40 കോഴിമുട്ട വെക്കുന്നത്. അത് റേറ്റ് വരുന്നത് 1800. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന ഇൻക്യുബേറ്റർ. ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ എല്ലാ കോഴിമുട്ടകളും കൈ തട്ടുന്ന രീതിയിൽ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. ഇതിൽ നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കോഴിമുട്ട ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കമ്പി വലിച്ചു കൊടുത്താൽ മതി. ഇതിന്റെ പരിപാടി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കമ്പി ഒന്നിങ്ങനെ വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കോഴിമുട്ട തിരിയും. അതെ അതെ അതെ. എല്ലാ കോഴിമുട്ട തിരിയും. അതെ അതെ. ഇത് നമ്മൾ ഒരു ദിവസം 2 നേരം ആക്കി കൊടുത്താൽ മതി. അതെ അതെ അതെ. അതെ അതെ അതെ. സെമി ഓട്ടോമാറ്റിക് ഇത് റേറ്റ് വരുന്നത് 1800 ആണ്. ഇത് റേറ്റ് വരുന്നത് 1600 ആണ്. ഇതിപ്പോ 60 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. ഇത് നമ്മുടെ ലിവർ ടൈപ്പ് ആണ്, കമ്പി വലിക്കുന്ന ടൈപ്പ് ആണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. ഫുൾ ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കോഴിമുട്ട തിരിയും. ഇതിനകത്തൊരു മോട്ടർ ഉണ്ട്. ഈ മോട്ടർ ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് തിരിയും. അപ്പൊ നമ്മള് മാനുവൽ കണ്ടത് ഇങ്ങനെ നമ്മള് വലിക്കണത് കമ്പിയായിട്ടില്ലേ? അതെ അതെ അതെ. ഈ മോട്ടറിന് അതേ പ്രവർത്തനം തന്നെ അല്ലേ? അതെ അതെ. അങ്ങോട്ടും ഇങ്ങോട്ടോ 3 മണിക്കൂറിൽ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്? അതെ അതെ, 3 മണിക്കൂറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട്. അത് ജസ്റ്റ് ഓൺ ആക്കി കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് കറങ്ങും. ഇതെങ്ങനെ റേറ്റ് വരുന്നത്? ഇത് റേറ്റ് വരുന്നത് 3600 ആണ് റേറ്റ് വരുന്നത്. 3600. അതെ. നമ്മള് സാധാരണ കോഴിമുട്ട മാർക്ക് ചെയ്യാറുണ്ട്. അത് നമ്മൾ ഒരിക്കലും ഒരു മാർക്കറോണ് മാർക്ക് ചെയ്യരുത്. ജസ്റ്റ് കടലാസ് പെൻസിലുകൊണ്ട് മാർക്ക് ചെയ്യാം. മാർക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം അടയും. അവർക്ക് എയർസെല്ലൊക്കെ അടയും. അപ്പൊ വിരിയാനുള്ള ബുദ്ധിമുട്ട് പ്രശ്നമാണ്. കോഴിമുട്ട പൊട്ടി തീർക്കാനൊക്കെ സാധ്യത. നമ്മൾ സാധാരണ കോഴിമുട്ട മാർക്ക് ചെയ്യുന്നത് നമ്മൾ വ്യത്യസ്ത ഡേറ്റിൽ കോഴിമുട്ട വെക്കുന്നതിനും
പിന്നെ പല പല കോഴിക്കുട്ടികളെ വെക്കാന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു കോഴിമുട്ട എടുത്തിട്ട് ഇതിന് മുകളിൽ ഒന്നുകിൽ ഡേറ്റ് എഴുതി കൊടുക്കുക, ഒന്നുകിൽ ഇങ്ങനെ ഡേറ്റ് 21 എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ കോഴി എന്നുണ്ടെങ്കിൽ അതിന്റെ പേര് നാടൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കടലാസ് മനസ്സിലാണ് നല്ലത്. മാർക്കായിട്ട് ചെയ്യുമ്പോൾ അതിന് എയർസെല്ലിൽ അടയാള ചാൻസ് കൂടുതലാണ്. അതെ അതെ അപ്പൊ മുട്ട വിരിയാതിരിക്കാനുള്ള കാരണങ്ങളാവും അല്ലേ? അതെ അതെ അതെ. നമുക്കിപ്പോ ഈ തെർമോകൂളറിലാണോ ഇൻക്യുബേറ്റർ ചെയ്യാൻ നല്ലത്? അതെ അതെ അതെ. ഗുണം എന്താ? തെർമോകോളാകുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് നിൽക്കും, പറഞ്ഞ കറണ്ടിമില്ലാതെ കറണ്ട് പോലെ ഒരു 10 മണിക്കൂർ വരെ ചൂട് കിട്ടും. പിന്നെ എല്ലായിടത്തും ചൂട് ഒരേ മറിക്ക് കിട്ടും. EPS തെർമോകോളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ തെർമോകോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ റെഡി സ്റ്റോക്ക് ആണോ? അതെ, ഇൻക്യുബേറ്റർ ഇവിടെ റെഡി സ്റ്റോക്ക് ആയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. എപ്പോ വേണമെങ്കിലും എപ്പോ വേണം സ്റ്റോക്ക് ഉണ്ട്. ഷെഡ് ഇതിന്റെ ബാക്കിലാണ് വരുന്നത്. ആണ് നമ്മളെ ഗോഡൌണ്. ഇവിടെ എത്ര ഇൻക്യുബേറ്റർ ആണെങ്കിലും സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ സാധാരണ ഓർഡർ കിട്ടുക പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻക്യുബേറ്റർ ആദ്യം തന്നെ സ്റ്റോക്ക് ആക്കി വെക്കാണ്. ഓർഡർ കിട്ടുന്നതനുസരിച്ച് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡി സ്റ്റോക്ക് ആയിട്ട് വെക്കുന്നുണ്ട്. അതെ അതെ അതെ. ബൾക്കായിട്ട് സെയിലുണ്ട്. സാധാരണ ചോദിക്കുന്നത് ബൾക്കായിട്ട് കൊടുക്കുന്നത്. അതെ 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 അതെ. ഇവിടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ എനിക്ക് സെയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വിരിപ്പിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ വിരിപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇതിൽ ഏകദേശം 100 കോഴിമുട്ട വെച്ചിട്ടുണ്ട്. 100 കോഴിമുട്ട വെച്ചിട്ടുണ്ട്. അത്യാവശ്യം 100. പിന്നെ ഇവിടെ നമ്മൾ ഇൻക്യുബേറ്ററെ ചൂടൊക്കെ സെറ്റ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കാലിബ്രേഷൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. അതെ അതെ. സാധാരണ നമ്മള് മൊബൈലിന്റെ ഫ്ലാഷ് ഓൺ ആക്കിയതിന് ശേഷം കോഴിമുട്ട ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എയർസെല്ല് കാണാൻ പറ്റും, ചെറുതായിട്ട് ഒരു എയർസെല്ല് കാണാൻ പറ്റും. ഇത് ഏകദേശം ഒരു 12 ദിവസമായതാണ്. അപ്പോൾ ഏകദേശം ഇത് ഫില്ലായി തുടങ്ങിയിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. സാധാരണ നമ്മൾ 4 ദിവസം കഴിഞ്ഞിട്ട് ശേഷമാണ് സ്കാൻ ചെയ്യേണ്ടത്. അതിന്റെ കറക്റ്റ് നരമ്പും കാര്യങ്ങളും കറക്റ്റ് കാണാൻ പറ്റും. കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. വിരിയാത്തിൽ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ സ്കാൻ ചെയ്യുന്ന ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ചില കോഴിമുട്ടന് നമുക്ക് നീര് വന്ന് കണ്ടൊക്കെ കംപ്ലൈന്റ് വല്ല പൊട്ടൊക്കെ വരും. അതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്കാൻ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പൊട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും. പിന്നെ കോഴിമുട്ടന്റെ അധികം വേസ്റ്റ് പൊട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വിരിയാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരും. ബാക്കിയുള്ള മുട്ടനെ ബാധിക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത്.